ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആണ്. ബയോളജിയുടെ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം ഏതാണ്? 2024 ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത് അമേരിക്കയിലാണ്. 2024 ഫെബ്രുവരിയിലെ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്. ബ്ലാക്ക് ഡെത്ത് എന്ന് അറിയപ്പെടുന്നത് ബ്യൂബോണിക് പ്ലേഗ് ആണ്. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് ബ്യൂബോണിക് പ്ലേഗ് ആണ്. എലി, അണ്ണാൻ തുടങ്ങിയ ജീവികളിൽ കാണപ്പെടുന്ന ചെള്ളുകളാണ് മനുഷ്യരിൽ ബ്യൂബോണിക് പ്ലേഗ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം. 2023 അന്തരിച്ച സാർസ് രോഗത്തെക്കുറിച്ച് വിവരം കൊണ്ടുവന്ന ചൈനീസ് ഡോക്ടറാണ് ജിയാങ് യാൻ യോങ് ആണ് സാർസ് രോഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. 2023 അദ്ദേഹം അന്തരിച്ചു. പ്രസവാനന്തര രക്തസ്രാവം കൃത്യമായി മനസ്സിലാക്കി ഇടപെടാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ ചികിത്സയാണ് ഈ മോട്ടീവ്. പ്രസവാനന്തര രക്തസ്രാവം കൃത്യമായി മനസ്സിലാക്കി ഇടപെടാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ ചികിത്സയാണ് ഈ മോട്ടീവ്. 2023 ലോകത്തിലെ ആദ്യ RSV വാക്സിന് അനുമതി നൽകിയത് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനാണ്. 2023 ലോകത്തെ ആദ്യ RSV വാക്സിന് അനുമതി നൽകിയത് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനാണ്. ലോകത്ത് ആദ്യമായി ഗർഭസ്ഥ ശിശുവിൻ്റെ മസ്തിഷ്ക ശസ്ത്രക്രിയ നടത്തിയ രാജ്യം USA ആണ്. ലോകത്ത് ആദ്യമായി ഗർഭസ്ഥ ശിശുവിൻ്റെ മസ്തിഷ്ക ശസ്ത്രക്രിയ നടത്തിയ രാജ്യം അമേരിക്കയാണ്. USAയിലാണ് നടത്തിയിട്ടുള്ളത്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ നേത്രം മുഖം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ രാജ്യം അമേരിക്കയാണ്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രം മുഖം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ രാജ്യമാണ് അമേരിക്ക. പൂർണ്ണമായും മാറ്റിവെച്ച കണ്ണുമായി ജീവിക്കുന്ന ലോകത്തെ ആദ്യ മനുഷ്യനാണ് ആരോൺ ജെയിംസ്. പൂർണ്ണമായും മാറ്റിവെച്ച കണ്ണുമായി ജീവിക്കുന്ന ലോകത്തെ ആദ്യ മനുഷ്യനാണ് ആരോൺ ജെയിംസ്. അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള FDA അംഗീകാരം നൽകിയ കാസ്ഗെവി ലിഫ്ജീനിയ ജീൻ തെറാപ്പി ചികിത്സ ഏത് രോഗത്തിനെതിരെ ഉള്ളതാണ്? FDA അംഗീകാരം നൽകിയിട്ടുള്ള കാസ്ഗെവി ലിഫ്ജീനിയ ജീൻ തെറാപ്പി ചികിത്സ സിക്കിൾ സെൽ അനീമിയയ്ക്ക് എതിരായിട്ടുള്ളതാണ്. സിക്കിൾ സെൽ അനീമിയയ്ക്ക് എതിരായിട്ടുള്ള ചികിത്സയാണ് കാസ്ഗെവി ലിഫ്ജീനിയ ജീൻ തെറാപ്പി ചികിത്സ. 2020 നോബൽ സമ്മാനം ലഭിച്ചത് ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയ്ക്കാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് കാസ്ഗെവി എന്ന് പറയുന്നത്. ബ്ലൂബേർഡ് ബയോ വികസിപ്പിച്ചെടുത്ത ലിഫ്ജീനിയാണ് രണ്ടാമത്തെ അംഗീകൃത തെറാപ്പി. മരുന്ന് നിർമ്മാതാക്കളായിട്ടുള്ള വാൽനേവ വികസിപ്പിച്ച ചിക്കൻ ഗുനിയ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ വാക്സിനാണ് BLA 1553. മരുന്ന് നിർമ്മാതാക്കളായ വാൽനേവ വികസിപ്പിച്ച ചിക്കൻ ഗുനിയ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ വാക്സിനാണ് BLA 1553. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഇക്സ്ചിക്. 2023 നവംബറിൽ US അനുമതി ലഭിച്ച ലോകത്തിലെ ആദ്യ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിനാണ് ഇക്സ്ചിക്. 2023 നവംബറിൽ US അനുമതി ലഭിച്ച ലോകത്തിലെ ആദ്യത്തെ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിനാണ് ഇക്സ്ചിക്. ഇത് വികസിപ്പിച്ചത് വാൽനേവയാണ്. ഫ്രഞ്ച് കമ്പനിയാണ് വാൽനേവ. ഒറ്റ ഡോസ് വാക്സിനാണ് ഇക്സ്ചിക് എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ വാക്സിൻ ഉപയോഗിക്കുന്നത് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലും ചിക്കൻ ഗുനിയ ബാധിക്കാൻ സാധ്യത ഏറിയവരിലുമാണ്. അസിലറേറ്റഡ് അപ്രൂവൽ പാത്വേ ഉപയോഗിച്ചാണ് ഇക്സ്ചിക് അംഗീകരിച്ചത്. ശ്വേതരക്താണു ഇനമായ മാക്രോഫേജിൽ മാറ്റങ്ങൾ വരുത്തി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാം എന്ന കണ്ടെത്തലുകൾ നടത്തിയത് അമേരിക്കൻ ഗവേഷകരാണ്. ശ്വേതരക്താണു ഇനമായിട്ടുള്ള മാക്രോഫേജിൽ മാറ്റങ്ങൾ വരുത്തി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാം എന്ന കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത് അമേരിക്കൻ ഗവേഷകരാണ്. ഇതുപോലെ മറ്റൊരു കണ്ടുപിടുത്തമായിരുന്നു മൂലകോശങ്ങൾ ഉപയോഗിച്ച് ലോകത്തെ ആദ്യ കൃത്രിമ മനുഷ്യഭ്രൂണം വികസിപ്പിച്ചെടുത്തത്. മൂലകോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ ആദ്യ കൃത്രിമ മനുഷ്യഭ്രൂണം വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞർ US UK ശാസ്ത്രജ്ഞരാണ്. 2023 നവംബറിൽ വടക്കൻ ചൈനയിൽ കുട്ടികൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് ബാധയാണ് H9N2. 2023 നവംബറിൽ വടക്കൻ ചൈനയിൽ കുട്ടികൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് ബാധയാണ് H9N2. മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം കാമറൂൺ ആണ്.
മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായിട്ട് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം കാമറൂൺ. സെർവിക്കൽ ക്യാൻസറിനുള്ള പ്രതിരോധ കുത്തിവയ്പ് വാക്സിനാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ, HPV വാക്സിൻ. സെർവിക്കൽ ക്യാൻസറിനുള്ള പ്രതിരോധ കുത്തിവയ്പ് വാക്സിനാണ് HPV വാക്സിൻ അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. 2023 ജൂലൈയിൽ MERS കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യം UAE ആണ്. MERSൻ്റെ പൂർണ്ണരൂപം മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ്. 2023 ജൂലൈയിൽ MERS കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യം UAE ആണ്. അമേരിക്കയിലെ നാഷണൽ അക്കാദമി ഓഫ് മെഡിസിൻ ആരോഗ്യ മേഖലയിലെ എമർജിംഗ് ലീഡറായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജയാണ് സ്വാതി അരൂർ. അമേരിക്കയിലെ നാഷണൽ അക്കാദമി ഓഫ് മെഡിസിൻ ആരോഗ്യ മേഖലയിലെ എമർജിംഗ് ലീഡറായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജയാണ് സ്വാതി അരൂർ. മലിനജലത്തിൽ പോളിയോ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് 2022 ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ന്യൂയോർക്കിലാണ്. മലിനജലത്തിൽ പോളിയോ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് 2022 ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ന്യൂയോർക്കാണ്. അൽഷിമേഴ്സ് രോഗ കാരണമുള്ള സ്മൃതിനാശം സാവധാനത്തിലാക്കാനായി കണ്ടെത്തിയ പുതിയ മരുന്നാണ് ലെക്കാനേമാബ്. അൽഷിമേഴ്സ് കാരണമുണ്ടാകുന്ന സ്മൃതിനാശം സാവധാനത്തിലാക്കാനായി കണ്ടെത്തിയ പുതിയ മരുന്നാണ് ലെക്കാനേമാബ്. ലോകത്തിൽ ആദ്യമായി വിജയകരമായി കുടൽമാറ്റ ശസ്ത്രക്രിയ നടന്നത് സ്പെയിനിലാണ്. ലോകത്തിൽ ആദ്യമായിട്ട് വിജയകരമായിട്ട് കുടൽമാറ്റ ശസ്ത്രക്രിയ നടന്നത് സ്പെയിനിലാണ്. എമ്മ എന്ന കുട്ടിയിലാണ് കുടൽ മാറ്റിവെക്കൽ നടന്നത്. ലാപ്പാസ് ആശുപത്രിയിലാണ് നടന്നിട്ടുള്ളത്. സ്പെയിനിലെ മാഡ്രിഡിലുള്ള ലാപ്പാസ് ആശുപത്രിയിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് വിജയകരമായി കുടൽ മാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. 2023 ഫെബ്രുവരിയിൽ മാർബർഗ് വൈറസ് സ്ഥിരീകരിച്ച മധ്യ ആഫ്രിക്കൻ രാജ്യമാണ് ഇക്വറ്റോറിയൽ ഗനിയ. 2023 ഫെബ്രുവരിയിൽ മാർബർഗ് വൈറസ് സ്ഥിരീകരിച്ച മധ്യ ആഫ്രിക്കൻ രാജ്യമാണ് ഇക്വറ്റോറിയൽ ഗനിയ. പ്ലാസ്റ്റിക്കിൻ്റെ സൂക്ഷ്മ അംശമായിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക് മനുഷ്യരക്തത്തിൽ കണ്ടെത്തിയത് നെതർലാൻഡ്സിലെ ഗവേഷകരാണ്. പ്ലാസ്റ്റിക്കിൻ്റെ സൂക്ഷ്മ അംശമായിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക് മനുഷ്യരക്തത്തിൽ കണ്ടെത്തിയത് നെതർലാൻഡ്സിലെ ഗവേഷകരാണ്. ലോകത്തിൽ ആദ്യമായി വിജയകരമായി മുഖം കൈകൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തിയാണ് ജോ ഡിമിയോ. അമേരിക്കക്കാരനായിട്ടുള്ള ജോ ഡിമിയോയ്ക്കാണ് ലോകത്തിൽ ആദ്യമായിട്ട് വിജയകരമായി മുഖവും കൈകൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നടന്നിട്ടുള്ളത്. പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രെഞ്ചിൽ നിന്നും ചൈനീസ് ഗവേഷകർ കണ്ടെത്തിയ വൈറസാണ് VBHMEY H4907. ഇതൊരു ബാക്ടീരിയോഫേജ് ആണ്. ബാക്ടീരിയയെ ആക്രമിക്കുന്ന വൈറസിനെ പറയുന്നതാണ് ബാക്ടീരിയോഫേജ്. പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രെഞ്ചിൽ നിന്നും ചൈനീസ് ഗവേഷകർ കണ്ടെത്തിയ വൈറസാണ് VBHMEY H4907. WHO കീഴിൽ ലോക ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻ്റ് അവബോധവാചാരണം നടന്നത് നവംബർ 18 മുതൽ 24 വരെയാണ്. WHO കീഴിലെ ലോക ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻ്റ് അവബോധവാചാരണം നടക്കുന്നത് നവംബർ 18 മുതൽ 24 വരെയാണ്. 2023 തീമാണ് പ്രിവെൻറ്റിംഗ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ടുഗദർ. 2023 ഗോ ബ്ലൂ ഫോർ AMR ക്യാമ്പയിനായിട്ടാണ് ആചരിച്ചത്. പന്നിപ്പനിയുടെ പുതിയ വകഭേദമാണ് H1N2. ഇതാദ്യമായി മനുഷ്യനിൽ സ്ഥിരീകരിച്ച രാജ്യം ബ്രിട്ടനാണ്. പന്നിപ്പനിയുടെ പുതിയ വകഭേദമായിട്ടുള്ള H1N2 ആദ്യമായി മനുഷ്യനിൽ സ്ഥിരീകരിച്ച രാജ്യം ബ്രിട്ടനാണ്. H1N2ൻ്റെ ശാസ്ത്രീയ നാമമാണ് ഇൻഫ്ലുവൻസ എ വൈറസ് സബ് ടൈപ്പ് H1N2. കിഴക്ക് തെക്കൻ ആഫ്രിക്കയിലെ 5 രാജ്യങ്ങളിൽ 2023 ഡിസംബറിൽ പടർന്നു പിടിച്ച ബാക്ടീരിയൽ രോഗമാണ് ആന്ത്രാക്സ്. കിഴക്ക് തെക്കൻ ആഫ്രിക്കയിലെ 5 രാജ്യങ്ങളിൽ 2023 ഡിസംബറിൽ പടർന്നു പിടിച്ച ബാക്ടീരിയൽ രോഗം ആന്ത്രാക്സ് ആണ്. ആന്ത്രാക്സിൻ്റെ രോഗകാരി ബാസിലസ് ആന്ത്രാസിസ്. 2047 സിക്കിൾ സെൽ അനീമിയ ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്ന ദൗത്യമാണ് ദേശീയ സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജന ദൗത്യം.
ദേശീയ സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജന ദൗത്യം 2047 സിക്കിൾ സെൽ അനീമിയ ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്നത്. അരിവാൾ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് സിക്കിൾ സെൽ അനീമിയയാണ്. ഈ ദൗത്യം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മധ്യപ്രദേശിലെ ഷാഹ്ദോളിലാണ് ഈ ദൗത്യം ആരംഭിച്ചത്. മധ്യപ്രദേശിലെ ഷാഹ്ദോൾ. കേരളം ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളിലാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ് സെർവാവാക്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ് സെർവാവാക്. ഗർഭാശയ ക്യാൻസറിനെ ചെറുക്കാനായി നിർമ്മിച്ചതാണ് സെർവാവാക്. ഇത് നിർമ്മിച്ചത് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ക്ഷയരോഗബാധിതർക്ക് സാമൂഹിക പിന്തുണ നൽകുന്നതിനും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് നിക്ഷയ് 2.0 പോർട്ടൽ. നിക്ഷയ് 2.0 പോർട്ടൽ ക്ഷയരോഗബാധിതർക്ക് സാമൂഹിക പിന്തുണ നൽകുന്നതിനും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ CSR അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് നിക്ഷയ് 2.0 പോർട്ടൽ. പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാൻ പദ്ധതിക്ക് കീഴിലാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത്. നവജാത ശിശുക്കളിലെ ന്യൂമോണിയയ്ക്കെതിരെ നിർമ്മിച്ച ഏത് വാക്സിൻ്റെ 3ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിനാണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അനുമതി നൽകിയത്? PCV14 ആണ്. PCV14 നവജാത ശിശുക്കളിലെ ന്യൂമോണിയയ്ക്കെതിരെ നിർമ്മിച്ച വാക്സിനാണ് PCV14. ഇതിൻ്റെ 3ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിനാണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അനുമതി നൽകിയിട്ടുള്ളത്. ഇത് നിർമ്മിക്കുന്നത് ബയോളജിക്കൽ ഇ ലിമിറ്റഡ് ആണ് PCV14 നിർമ്മിക്കുന്നത്. 2023 ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ഇൻഫ്ലുവൻസ വൈറസാണ് H3N2 വൈറസ്. 2023 ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ഇൻഫ്ലുവൻസ വൈറസാണ് H3N2 വൈറസ്. H3N2 ഇൻഫ്ലുവൻസ അറിയപ്പെടുന്നത് ഹോങ്കോങ് ഫ്ലൂ എന്ന പേരിലാണ്. അറിയപ്പെടുന്നത് H3N2 ഇൻഫ്ലുവൻസയാണ്. സസ്യങ്ങളെ ബാധിക്കുന്ന ഫംഗസ് ലോകത്താദ്യമായിട്ട് മനുഷ്യരിൽ സ്ഥിരീകരിച്ചത് കൊൽക്കത്തയിലാണ്. മനുഷ്യരിൽ സ്ഥിരീകരിച്ചു. അത് കൊൽക്കത്തയിലാണ്. സസ്യങ്ങളിൽ വെള്ളിയില ബാധ സൃഷ്ടിക്കുന്ന കോൺട്രോസ്റ്റിറിയം പുർപ്യൂറിയം എന്ന ഫംഗസാണ് അസുഖത്തിന് കാരണമായിട്ടുള്ളത്. എന്ന ഫംഗസാണ് വെള്ളിയില ബാധയ്ക്ക് കാരണമാകുന്നത്. അതാണ് മനുഷ്യനിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ പക്ഷി ആശുപത്രിയാണ് ചാരിറ്റി ബേർഡ് ഹോസ്പിറ്റൽ. ഡൽഹിയിലുള്ള ചാരിറ്റി ബേർഡ് ഹോസ്പിറ്റലാണ് രാജ്യത്തെ ആദ്യ പക്ഷി ആശുപത്രി. ഇന്ത്യയിലെ ആദ്യ മനുഷ്യ അവയവ ട്രാൻസ്പോർട്ടിനായുള്ള ഡ്രോണിൻ്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത് ചെന്നൈയാണ്. ഓർഗൻ ട്രാൻസ്പോർട്ട് ഡ്രോൺ നിർമ്മിക്കുന്നത് ചെന്നൈയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യ അവയവ ട്രാൻസ്പോർട്ടിനായിട്ടുള്ള ഡ്രോണിൻ്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത് ചെന്നൈയാണ്. ഇത് അനാച്ഛാദനം ചെയ്തത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയായിരുന്നു. ഇന്ത്യയിലെ രക്തബാങ്കുകളിൽ രക്തലഭ്യത അറിയാനായി ആരംഭിച്ച പോർട്ടലാണ് ഈ രക്തകോശ് പോർട്ടൽ. രാജ്യത്തെ രക്തബാങ്കുകളിൽ രക്തലഭ്യത അറിയാനായി ആരംഭിച്ച പോർട്ടലാണ് ഈ രക്തകോശ് പോർട്ടൽ. നിലവിൽ ആരോഗ്യ മന്ദിർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ ആണ്. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിൻ്റെ പേര് കേന്ദ്ര സർക്കാർ മാറ്റിയിരുന്നു. അതിൻ്റെ പേരാണ് ആരോഗ്യ മന്ദിർ. ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത റോബോട്ടിക് സർജറി സംവിധാനം ആരംഭിച്ചത് ഡൽഹിയിലെ രാജീവ് ഗാന്ധി ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത റോബോട്ടിക് സർജറി സംവിധാനം ആരംഭിച്ചത് ഡൽഹിയിലെ രാജീവ് ഗാന്ധി ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. SS ഇന്നവേഷനാണ് SSI മന്ത്ര എന്ന പേരിലെ സർജിക്കൽ റോബോട്ട് നിർമ്മിച്ചത്. സർജിക്കൽ റോബോട്ടിൻ്റെ പേര് SSI മന്ത്ര എന്നാണ്. SS ഇന്നവേഷൻസ് ആണിത് നിർമ്മിച്ചത്. രാജ്യത്ത് ആദ്യമായി സൂക്ഷ്മാണു പഠനത്തിനും ഗവേഷണത്തിനുമായി ആരംഭിക്കുന്ന സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോം കേന്ദ്രം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സൂക്ഷ്മാണു പഠനത്തിനും ഗവേഷണത്തിനുമായി ആരംഭിക്കുന്ന സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോം കേന്ദ്രം നിലവിൽ വരുന്നത് കിൻഫ്ര പാർക്കിലാണ്. തിരുവനന്തപുരത്തെ കിൻഫ്ര പാർക്കിലാണ് നിലവിൽ വരുന്നത്. അതിൻ്റെ ഡയറക്ടർ ഡോക്ടർ സാബു തോമസ് ആണ്.
ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവിഷുവർ. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായിട്ട് ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവിഷുവർ. ഇത് വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് ആണ് ഹെവിഷുവർ വികസിപ്പിച്ചത്. അതിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അമൃത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഏതെങ്കിലും ഫാർമസികൾ ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് വിവരമറിയിക്കാനുള്ള നമ്പറാണ് 1800 42 53 182. 1800 42 53 182. രാജ്യത്ത് ആദ്യമായി വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ സർക്കാർ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. ഇന്ത്യയിൽ ആദ്യമായിട്ട് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ സർക്കാർ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. സംസ്ഥാനത്ത് ജീവിതശൈലീ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ ക്യാമ്പയിനാണ് അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ്. സംസ്ഥാനത്ത് ജീവിതശൈലീ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ ക്യാമ്പയിനാണ് അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ്. അപൂർവ രോഗങ്ങൾക്കുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ മികവിൻ്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്തത് അവിട്ടൻ തിരുനാൾ ആശുപത്രിയാണ്. SAT ആശുപത്രിയാണ്. തിരുവനന്തപുരത്തുള്ള SAT ആശുപത്രിയാണ് അപൂർവ രോഗങ്ങൾക്കുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ മികവിൻ്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ ആദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് SAT ഹോസ്പിറ്റൽ തിരുവനന്തപുരമാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് SAT ഹോസ്പിറ്റൽ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ അഡ്വാൻസ്ഡ് ന്യൂറോ എൻഡോസ്കോപ്പി സെൻറ്റർ ആരംഭിച്ചത് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലാണ്. കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് ന്യൂറോ എൻഡോസ്കോപ്പി സെൻറ്റർ ആരംഭിച്ചത് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലാണ്. അനീമിയ മുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് വിവ കേരളം. അനീമിയ മുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് വിവ കേരളം. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. ഹൃദയം തുറക്കാതെ രക്തക്കുഴലുകളിൽ കൂടി കടത്തിവിടുന്ന ട്യൂബിലൂടെ ഹൃദയവാൾവ് മാറ്റുന്ന നൂതന ശസ്ത്രക്രിയയാണ് ടാവി ശസ്ത്രക്രിയ. ഹൃദയം തുറക്കാതെ രക്തക്കുഴലുകളിൽ കൂടി കടത്തിവിടുന്ന ട്യൂബിലൂടെ ഹൃദയവാൾവ് മാറ്റുന്ന നൂതന ശസ്ത്രക്രിയയാണ് ടാവി ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. 2023 നിപ്പ വൈറസ് പനി റിപ്പോർട്ട് ചെയ്ത ജില്ല കോഴിക്കോടാണ്. 2023 നിപ്പ വൈറസ് പനി റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലാണ്. കൊച്ചി നഗരവാസികളുടെ മാനസികാരോഗ്യ പരിപാലനത്തിനായുള്ള പദ്ധതിയാണ് ഹാപ്പിനെസ് കൊച്ചി കെയറിംഗ് ഫോർ ദി വെൽനസ് ഓഫ് ഓൾ. കൊച്ചി നഗരവാസികളുടെ മാനസികാരോഗ്യ പരിപാലനത്തിനായുള്ള പദ്ധതിയാണ് ഹാപ്പിനെസ് കൊച്ചി കെയറിംഗ് ഫോർ ദി വെൽനസ് ഓഫ് ഓൾ. സംസ്ഥാനത്ത് പൊതുമേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത് തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെൻ്ററിലാണ്. കേരളത്തിലെ പൊതുമേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് ആരംഭിച്ചത് തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെൻ്ററിലാണ്. ആൻറ്റിബയോട്ടിക് അമിത ഉപയോഗം തടയാൻ ജില്ലാതലത്തിൽ ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത ഉപയോഗം തടയാൻ ജില്ലാതലത്തിൽ ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ആരോഗ്യ മേഖലയിലെ നൂതന സങ്കേതങ്ങൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് 2023 ലഭിച്ചത് കേരളത്തിനാണ്. ആരോഗ്യ മേഖലയിലെ നൂതന സങ്കേതങ്ങൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് നേടിയത് 2023 കേരളമാണ്. ഹിമോഫീലിയ, തലസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ആശാധാര പദ്ധതി. ആശാധാര പദ്ധതിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ആശാധാര പദ്ധതിക്ക് വേണ്ടി ആശാധാര പോർട്ടൽ വികസിപ്പിച്ചത് സീഡിറ്റ് ആണ്. ആശാധാര പദ്ധതിക്ക് വേണ്ടി ആശാധാര പോർട്ടൽ വികസിപ്പിച്ചത് സീഡിറ്റ് ആണ്.
പക്ഷാഘാതം ബാധിച്ച് അരയ്ക്ക് താഴെ തളർന്നവരെ ആരോഗ്യത്തിലേക്ക് തിരികെ നടത്താനായി മലയാളി കമ്പനിയായിട്ടുള്ള ജെൻ റോബോട്ടിക്സ് വികസിപ്പിച്ച റോബോട്ടാണ് ജി ഗെയ്റ്റർ റോബോട്ട്. പക്ഷാഘാതം ബാധിച്ച് അരയ്ക്ക് താഴെ തളർന്നവരെ ആരോഗ്യത്തിലേക്ക് തിരികെ നടത്താനായിട്ട് മലയാളി കമ്പനിയായിട്ടുള്ള ജെൻ റോബോട്ടിക്സ് വികസിപ്പിച്ച റോബോട്ടാണ് ജി ഗെയ്റ്റർ റോബോട്ട്. 2023 ജനുവരിയിൽ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് എറണാകുളത്താണ്. 2023 ജനുവരിയിലെ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ 3D കണങ്കാൽ ശസ്ത്രക്രിയ നടന്നത് കൊച്ചിയിലാണ്. 1750 മിനിമൽ റോബോട്ടിക് സർജറികൾ വിജയകരമായി പൂർത്തിയാക്കിയ കേന്ദ്രമാണ് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റി. 1750 മിനിമൽ റോബോട്ടിക് സർജറികൾ വിജയകരമായി പൂർത്തിയാക്കിയ കേന്ദ്രമാണ് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റി. കേരളത്തിലെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലാണ് കോഴിക്കോട്ടെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം. സംസ്ഥാനത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലാണ് കോഴിക്കോടുള്ള കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം. കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ദൻ 4.0 പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള പുരസ്കാരം നേടിയത് കേരളമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ദൻ 4.0 പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുള്ളത് കേരളമാണ്. ഏറ്റവും ഉയർന്ന സ്കീം വിനിയോഗത്തിനുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ പദ്ധതിയാണ് കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ദൻ 4.0 പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും ഉയർന്ന സ്കീം വിനിയോഗത്തിനുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ പദ്ധതിയാണ് കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്